നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ശരിയായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ വളരെയധികം പക്വത കൈവരിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വില, നിങ്ങളുടെ പ്രാധാന്യം ഇവയൊക്കെ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് നിൽക്കാനുള്ള ഒരു ശക്തിയും ആത്മവിശ്വാസവുമൊക്കെ ഇപ്പോൾ പലരും കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ സമാധാനം, സ്ഥിരത, ഒരു പ്രകാശം ഇവയൊക്കെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം. അതായത് നിങ്ങളെ സ്വയം സ്നേഹിച്ച് നിങ്ങളെ സ്വയം സംരക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലർക്കും നിങ്ങളുമായിട്ട് വളരെയധികം ആത്മബന്ധം തോന്നുന്ന തരത്തിലുള്ള ചില ബന്ധങ്ങൾ വരുന്നുണ്ട്. അവരോട് നിങ്ങളുടെ ഹൃദയം തുറക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അവരിലൂടെ നിങ്ങളുടെ മനസ്സിനൊരു സമാധാനവും സന്തോഷവുമൊക്കെ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളെന്ന വ്യക്തിയിൽ സ്നേഹം വളരെയധികം നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് സ്നേഹം നൽകാനും മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹത്തെ തിരിച്ചറിയാനും അതിനെ സ്വീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും സമാധാനം ഉണ്ടാവാനും വലിയ മാറ്റങ്ങൾക്കുമൊക്കെ വഴിയൊരുക്കുമെന്നും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെന്ന വ്യക്തി ഏത് കാര്യത്തെക്കുറിച്ചും വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ആളാണെന്നാണ് കാണുന്നത്. ഒറ്റയ്ക്കിരുന്ന് പലതും ചിന്തിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ ആത്മീയമായിട്ട് കുറച്ച് അടുത്ത് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആരുമായിട്ടും വലിയ അടുപ്പമൊന്നും ഇല്ലാതെ നിങ്ങളുടെ ലോകത്ത് മാത്രം കഴിയാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആളാണെന്ന് തോന്നാറുണ്ട്. ഇവിടെ നിങ്ങളുടെ മനസ്സങ്ങനെ ആർക്കും മുന്നിൽ തുറന്ന് കാട്ടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ ഭാവിയെക്കുറിച്ച് മുന്നോട്ട് നോക്കി കാണുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട്. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ തീരുമാനങ്ങൾ, പുതിയ വഴി ഇവയൊക്കെ കണ്ടെത്തണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ നിലവിലെ ജോലിയിൽ ഒരു മാറ്റം വേണം, നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരു മാറ്റം വേണം, അതേപോലെ തന്നെ നിങ്ങളുടെ മാനസിക നിലയിൽ ഒരു മാറ്റം വേണം. അത്തരത്തിൽ നിങ്ങളിൽ പല ആളുകളും പുതിയ ദിശയിലേക്ക് നീങ്ങാനായിട്ട് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് കൂടുതൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്തരമൊരു ചിന്ത നിങ്ങളിൽ പലരിലും ഇപ്പോൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നെഗറ്റീവ് എനർജിയുടെ പിടിയിലിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പാസ്റ്റിലെ ഓർമ്മകൾ, കൂടാതെ എന്തെങ്കിലും ആശങ്കകൾ, ഭയം ഇവയൊക്കെ അവസാനിച്ച് പുതിയ ഒരു തുടക്കം നിങ്ങൾക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ വളരെയധികം താല്പര്യമുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട്. ഒരുപക്ഷെ സാമ്പത്തികമുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ദാനധർമ്മങ്ങളിലൂടെ സന്തോഷം കണ്ടെത്താൻ നിങ്ങളിൽ പലരും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക്, സങ്കടങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്.
പുതിയ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധി, കഴിവ് ഇവയൊക്കെ പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയുന്ന രീതിയിലുള്ള ചില പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനുള്ള ഒരു നല്ല സമയം കൂടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം ശ്രദ്ധയോടെ നീങ്ങേണ്ട ഒരു സമയമാണ് ഇപ്പോഴുള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങളിൽ പലരും ചില മോശം ആളുകളുടെ പ്രലോഭനങ്ങളിൽ അകപ്പെടാനായിട്ട് അവരുടെ ചതിയിൽ വീണ് പോവാനൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ പല കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും പല വിധത്തിലുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ, തെറ്റിദ്ധാരണകളൊക്കെ അവർ നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്ന് നൽകുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ശരിയല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ടും മറ്റുള്ളവരുടെ പ്രേരണ മൂലം പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യവും നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. നിങ്ങളെ നശിപ്പിക്കാനായിട്ട്, നിങ്ങളെ ചതിച്ച് പലതും സ്വന്തമാക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് പോവേണ്ടതുണ്ട്. തെറ്റായ ചിന്തകളിൽ കൂടി, വഴിയിൽ കൂടിയൊക്കെ പോവാൻ പലരും നിങ്ങളെ പ്രേരിപ്പിക്കാം. എന്നാൽ ഇവിടെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ ബുദ്ധിപരമായിട്ടും സത്യസന്ധമായിട്ടും ഏതെല്ലാം വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെ പതറാതെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ ഇവിടെ തീർച്ചയായിട്ടും പ്രതീക്ഷയുടെയും ആശ്വാസത്തിൻ്റെയും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് കാണുന്നത്. ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും വേദനകളും അവസാനിച്ച് ഒരു പുതു വെളിച്ചം വന്നെത്തുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഉള്ളിലെ വേദനകളൊക്കെ പതിയെ സുഖപ്പെടാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴുള്ളത്. നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം മങ്ങിപ്പോയി എന്നുള്ള ഒരു തോന്നലായിരുന്നു നിങ്ങൾക്ക് ഇതുവരെയും ഉണ്ടായിരുന്നത് എങ്കിൽ അതൊരിക്കലും മങ്ങിപ്പോയിട്ടില്ലെന്നും ഇനിയും മുന്നോട്ട് ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് സന്തോഷങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതുപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.